ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രക്ഷിച്ച ഒരു കാറുണ്ട്, ഓറസ്. റഷ്യൻ പ്രസിഡൻ്റായിട്ട് വ്ളാഡിമിർ പുടിൻ സഞ്ചരിച്ചതാണ്. ആ ഓറസ് കാറിനെ കുറിച്ച് ഇന്ത്യയിൽ വലിയ ചർച്ചയൊക്കെ നടന്ന ഈ കാർ ഇപ്പോൾ ഡൽഹിയിൽ വന്നെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഈ രക്ഷിച്ചു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്ന് ആരോ ഒരു ചാവേർ ആക്രമണം നടത്താനായിട്ട് പദ്ധതി ഇടുന്നു. അതുകൊണ്ട് പുടിൻ കുറേ നേരം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായിട്ട് കാറിൽ കയറിയിരുന്ന് 45 മിനിറ്റോളം സംസാരിച്ചു. 10 മിനിറ്റ് അകലെയുള്ള ഒരു ഹോട്ടലിലേക്ക് പോകാനെടുക്കുന്ന സമയം ഒന്നും ഉപയോഗിക്കാതെ എന്തിനാണ് അവർ അത്രയും നേരം കാറിലിരുന്ന്? ഇതൊക്കെ തമ്മിൽ നിഗൂഢതകളുണ്ട്, ഇതൊന്നും പുറത്തു വരുന്നില്ല. ഭാവനയായിട്ട് ഞാൻ കരുതുന്നു. പക്ഷെ വലിയ രീതിയിൽ വാർത്തകളും ഇങ്ങനെ ആളുകൾ പലതും പറഞ്ഞു വരുത്തുന്നൊക്കെ ഉണ്ടാവും. അതെ അതെ, അങ്ങനെ ഒരു സംഭവം എന്തായാലും നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളോ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ കഥകൾ ആളുകളുടെ ഭാവനകളിൽ അവരൊരുമിച്ച് സഞ്ചരിച്ചിരുന്നു, കാത്തു നിന്നിട്ടാണ് കൊണ്ടുപോയത്. അതെ, പക്ഷെ കുറെ നേരം ഒരുമിച്ചിരുന്നു. അവർക്ക് ചർച്ച ചെയ്യാനായിട്ട് ധാരാളം ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാറിൽ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ഈ ഭാവനയുടെ മണ്ഡലത്തിലുള്ളതാണ്. നയതന്ത്ര രംഗത്ത് നിന്നൊന്നും അത്തരം വിവരങ്ങളൊന്നും ഇല്ല. അപ്പോ ഏതായാലും ആ ഓറസ് സെനറ്റ് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. കാരണം പുടിൻ ഡൽഹിയിൽ വരാൻ പോകുന്നു 2 ദിവസം, 4, 5 തീയതികളിൽ, ഇന്നും നാളെയും അദ്ദേഹം ഡൽഹിയിലുണ്ടാവും. ഡൽഹിയിൽ ധാരാളം 50ഓളം ഭടന്മാർ റഷ്യയിൽ നിന്ന് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലവും അവർക്ക് സാനിറ്റൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പുടിൻ ഇരിക്കുന്ന കസേര, പുടിൻ പോകുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം അവർക്ക് ഈ സ്പൈ വെയറുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒന്നും റെക്കോർഡ് ചെയ്ത് ആരും കൊണ്ടുപോകാൻ പാടില്ല. ചാരപ്രവർത്തനങ്ങൾ നടക്കാൻ പോകില്ല. അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന ചായപാത്രം എല്ലാം അല്ലേ, കപ്പ്, സോസർ എല്ലാം സാനിറ്റൈസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിസർജ്യം തന്നെ ശേഖരിച്ച് മറ്റേ പെട്ടിയിൽ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് അമേരിക്കയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മുമ്പും ഇദ്ദേഹത്തിൻ്റെ യാത്രകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നും പരിശോധിച്ച് ആരും കണ്ടെത്തരുത്, ഇതൊന്നും ഇവിടുത്തെ ലാബുകളിൽ കൊടുക്കരുത് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഓറസ് സെനറ്റ് എന്ന് പറയുന്ന ഒരു ലിമൂസിൻ ആണ് കാറ്. അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം അവിടെ പ്രസിഡൻഷ്യൽ കാർ ആണ്, അവിടെ പ്രത്യേകം പണിയുന്നതാണ്. അത് വിമാനത്തിലാണ് ഡൽഹിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മുമ്പ് ഇത് ഷാങ്ഹായ് ഇല്ലേ, SCO സമ്മിറ്റ്, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഉച്ചകോടി സമയത്താണ് മോദിയും പുടിനും കൂടി ഈ വാഹനത്തിൽ ഒരുമിച്ച് സഞ്ചരിച്ചത്. പുടിൻ അതിനുവേണ്ടി ഇല്ലേ കാത്തു നിന്നു എന്നും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പറ്റി പറയുന്നത് പാലസ് ഓൺ വീൽസ് എന്നാണ് പറയുന്നത്. ഇതിനെ ഇല്ലേ ചക്രത്തിലെ കൊട്ടാരം എന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ അകം ഒക്കെ സമാനമാണ്. ഇത് നിർമ്മിക്കുന്നത് ഓറസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവർ നേരത്തെ തന്നെ കാർ കമ്പനിയാണ് പ്രധാനപ്പെട്ട. 2018 ഇത് ഈ കാറ് നിർമ്മിക്കുന്നത്. അന്ന് ഈ കൊർത്തേഷ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ സർക്കാരിനായി കവചിത കാറുകൾ, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്കല്ലേ പുടിനുള്ളത്. യുക്രൈൻ തന്നെ അദ്ദേഹത്തിനെ പലതവണ വധിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേനൽക്കാല വസതിയും ഒക്കെ, ആ വൈറ്റ് ബംഗ്ലോ എന്ന് പറയില്ലേ, വെള്ളക്കൊട്ടാരം, ഇതുമൊക്കെ ആക്രമിക്കാനും ഡ്രോൺ ആക്രമണങ്ങളും ഒക്കെ, വേറെ അദ്ദേഹം താമസിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ യുക്രൈൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊർത്തേഷ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് സർക്കാരിനായി പുടിനെ പോലെയും പുടിൻ്റെ താഴെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ സഞ്ചരിക്കുന്ന കവചിത കാറുകളൊക്കെ ഈ ഓറസ് മോട്ടോഴ്സാണ് പണിയുന്നത്. ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കാറിന് 2.5 കോടി രൂപയാണ് വരുന്നത്. പക്ഷെ പുടിൻ്റേത് ഈ പരിഷ്കരിച്ച വളരെ എക്സ്പെൻസീവായ ഒരു കവചിത വാഹനമാണ്. അപ്പോൾ 2021 ഇതിൻ്റെ പല രൂപങ്ങൾ, പരിഷ്കൃത വേർഷൻസ്, വേരിയൻസ് പണിയുണ്ടായി. 2013 ആണ് പുടിൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ വാഹനം ആവശ്യമുണ്ട് എന്ന്. 5 കൊല്ലം എടുത്തു ഇത് പണിത് വരാൻ. ആഭ്യന്തരമായി തന്നെ നിർമ്മിച്ച പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള കാറാണിത്.
2018. മുമ്പ് പുടിൻ സഞ്ചരിച്ചിരുന്നത് മെഴ്സിഡീസ് ബെൻസ് S600 ഗാർഡ് പുൾമാൻ എന്ന് പറഞ്ഞ മെഴ്സിഡീസ് ബെൻസിലാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ റോൾസ് റോയ്സ് ഫാൻറ്റം പോലെയാണ് ഈ ഓറസ് സെനറ്റ്. ഇതിന് സമാനമായിട്ടുള്ളൊരു വണ്ടി റോൾസ് റോയ്സ് ഫാൻറ്റം ആണെന്നാണ് പറയുന്നത്. ഏതാണ്ട് ആ സൗകര്യങ്ങളൊക്കെ ഇതിൽ ഒത്തുവരും. 4.4 ലിറ്റർ ഇരട്ട ടർബോ V8 എൻജിൻ ആണ് ഇതിലുള്ളത്. 100 കിലോമീറ്റർ വരെ ഇതിന് സ്പീഡ് പെർ അവർ കിട്ടും. അത് 6 മുതൽ 9 സെക്കൻഡ് വരെയുള്ള സമയത്തിൻ്റെ അകത്ത് ഈ സ്പീഡ് അതിന് കൈവരിക്കാനായിട്ട് കഴിയും. അതാണ് ഈ ഒരു സുരക്ഷാ പ്രശ്നമൊക്കെ വന്നാൽ പെട്ടെന്ന് സ്പീഡിലേക്കൊക്കെ എത്താൻ പറ്റും. 160 കിലോമീറ്റർ പെർ അവർ വരെ ഇതിന് സ്പീഡ് എടുക്കാം. ഇതിൻ്റെ അകത്ത് ഒരു പ്രൈവറ്റ് ലൗഞ്ച് ഉണ്ട് കാറിൻ്റെ അകത്ത്. പിന്നെ ലെതർ വുഡൻ പാനലുകൾ ഒക്കെ അകത്തുണ്ട്. പിന്നെ ബുള്ളറ്റ് പ്രൂഫാണ്, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ബുള്ളറ്റ് പ്രൂഫാണ്. അതിൻ്റെ ബോഡി മാത്രമല്ല, ജാലകങ്ങളുണ്ടല്ലോ, ഇതുമൊക്കെ ബുള്ളറ്റ് പ്രൂഫാണ്. അടിവശം, കാറിൻ്റെ അടിവശം ഏത് സ്ഫോടനത്തിനെയും ചെറുക്കുന്നതാണ് കാറിൻ്റെ അടിവശം. അപ്പോൾ ഇന്ധന ടാങ്ക് സ്ഫോടനത്തിൽ തകരാത്ത വണ്ണമുള്ള ഇന്ധന ടാങ്കാണ് ഇതിൻ്റെ. അപ്പോൾ അത്തരം ചാവേർ ആക്രമണത്തിനെയൊക്കെ ചെറുക്കുന്ന വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതുപോലെ ഈ രാസായുധ ഭീഷണിയുമൊക്കെ ചെറുക്കുന്നതാണ് ഇത്. ഇതിൻ്റെ ഒരു രാസ ആക്രമണമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എയർ ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് 5.5 മീറ്റർ നീളമാണ്, 2 മീറ്റർ വീതി ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് 5 തലത്തിലുള്ള സുരക്ഷയാണ് പുടിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുടിൻ രാഷ്ട്രപതി ഭവൻ, രാജ്ഘട്ട്, ഹൈദരാബാദ് ഹൗസ്, ഭാരത് മണ്ഡപം, ഇവിടെയൊക്കെ അദ്ദേഹത്തിന് ചടങ്ങുകളുണ്ട്. പിന്നെ രാഷ്ട്രപതി മുർമുവിൻ്റെ വിരുന്ന് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെ, ഈ സ്ഥലങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്യാനുള്ള ആളുകളാണ് അവിടെ എത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും മികച്ച ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിക്കും അത്രയും ഭീഷണി ഇന്ത്യയിലുണ്ടോ? അന്നേരം ഇന്ത്യയിൽ ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ഭീഷണിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ഭീഷണിയുണ്ട് എന്ന് കരുതുകയായിരിക്കും ഭംഗി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ ഒറ്റയ്ക്കല്ലല്ലോ. യുക്രൈൻ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞാൽ യുക്രൈൻ്റെ കൂടെ യൂറോപ്പ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് എന്താണ്? ടൈംസ് ഓഫ് ഇന്ത്യ വലിയ പത്രമാണല്ലോ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ ഒരു സംയുക്ത ലേഖനം കഴിഞ്ഞ ദിവസം വന്നു പുടിനെതിരെ. പുടിൻ ഇന്ത്യയിൽ വരികയല്ലേ, അപ്പോൾ അത് പ്രമാണിച്ച് പുടിനെതിരെ ബ്രിട്ടൻ, പിന്നെ ജർമ്മനി, ഫ്രാൻസ്, ഈ 3 രാജ്യങ്ങളുടെയും സ്ഥാനപതിമാർ സംയുക്തമായി പുടിനാണ് യുക്രൈൻ യുദ്ധം ഉണ്ടാക്കിയത്, അയാൾ വിചാരിച്ചാൽ ഇത് എപ്പോൾ വേണമെങ്കിലും നിർത്താം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇവർ 3 പേര് ഈ ലേഖനം എഴുതിയതും പിന്നെ അവർ ഇത് പ്രസിദ്ധീകരിച്ചതിനും എതിരെ ഇത് അസാധാരണവും അസ്വീകാര്യവുമാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. മോദി അമേരിക്കയിലോ എവിടെയെങ്കിലോ ഫ്രാൻസിലോ സന്ദർശനം നടത്തുക എന്നിരിക്കട്ടെ. ഇപ്പോൾ ഫ്രാൻസിൽ സന്ദർശനം നടത്തുമ്പോൾ അവിടുത്തെ വലിയ പത്രമാണ് ലെ മൊണ്ടെ. അതിൽ മോദി വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞിട്ടൊരു ഈ സന്ദർശനം നടത്തുന്ന ദിവസം ഒരു ലേഖനം വന്ന് എങ്ങനെ ഇരിക്കും? ആ രാജ്യത്തിന് നാണക്കേടല്ലേ, അപമാനമല്ലേ? ഇതാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു വിവേകവും ഇല്ലാതെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലുമുള്ള 3 സ്ഥാനപതിമാർ, ബ്രിട്ടൻ്റെ, ഫ്രാൻസിൻ്റെ, ജർമ്മനിയുടെ, അവരെല്ലാവരും കൂടി പുടിനെതിരെ ഒരു ലേഖനം എഴുതിയിരിക്കുക. അതിഥി ദേവോ ഭവ എന്നല്ലേ പറയുക. നമ്മുടെ അതിഥിയല്ലേ പുടിൻ. അതിഥി വരുമ്പോൾ തന്നെ അതിഥിയെ അപമാനിച്ച് ഇതിൻ്റെ അകത്ത് ലേഖനം വന്നിരിക്കുന്നു.
UK-യുടെ ബ്രിട്ടൻ്റെ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണർ ലിൻഡി കാമറൂൺ, ഫ്രാൻസിൻ്റെ സ്ഥാനപതി തിയറി മാത്യു, ജർമ്മനിയുടെ സ്ഥാനപതി ഫിലിപ്പ് ആക്കർമാൻ, ഇവർ 3 പേരും കൂടിയാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്തു വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ പുടിനാണ് യുദ്ധം തുടങ്ങി വെച്ചത്. ഈ ലേഖനത്തിൻ്റെ ശീർഷകം തന്നെ വേൾഡ് വാണ്ട്സ് ദ യുക്രൈൻ വാർ ടു എൻഡ് ബട്ട് റഷ്യ ഡസൻറ്റ് സീം സീരിയസ് അബൌട്ട് പീസ്. ലോകത്തിന് യുക്രൈൻ യുദ്ധം നിർത്തണം, പക്ഷേ റഷ്യ സീരിയസ് അല്ല എന്നാണ് ശീർഷകം. അപ്പോൾ ഇതിനിപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യൻ സ്ഥാനപതി ഡെനിസ് ആലിപ്പോവ് ഇതിന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ മറുപടി എഴുതി. അദ്ദേഹം പറഞ്ഞു, യൂറോപ്പിൻ്റെ ഈ 4 ഒറ്റുകാർ ആണ് ഇതിന് കാരണം. യൂറോപ്പിലെ 4 ഒറ്റ രാജ്യങ്ങൾ ആണ് ഇതിന് കാരണം. മോസ്കോ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല യുക്രൈനുമായിട്ട്. യൂറോപ്പും ഒബാമയുടെ ഭരണകൂടം അമേരിക്കയിൽ 2014 യുക്രൈനിലെ പ്രസിഡന്റ് അന്നത്തെ സെലൻസ്കിക്ക് മുമ്പത്തെ വിക്ടർ യുനോക്കോവിച്ചിനെ അട്ടിമറിച്ചു. അവിടെ അദ്ദേഹത്തിന് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ യൂറോപ്പിൻ്റെ ഒറ്റ നേരിട്ടു റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രസിഡന്റാണ് യുക്രൈനിലുണ്ടായിരുന്നത്. അയാളെ ഒബാമയും യൂറോപ്യൻ രാജ്യങ്ങളും, ഈ പറയുന്ന 3 രാജ്യങ്ങളും ഒക്കെ അത് പെടും. അവരോടിച്ചതാണ്, അവരാണ് ഒറ്റിയത്, അവരാണ് യുദ്ധം. അതുകൊണ്ടാണ് റഷ്യക്ക് യുക്രൈനോട് യുദ്ധം ചെയ്യേണ്ടി വന്നത്. പിന്നെ നാറ്റോയിലേക്ക് പോവാണല്ലോ. എന്നിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മുതലക്കണ്ണീരൊഴുക്കുകയാണ്. അതാണ് സംഭവിച്ചെന്ന് റഷ്യൻ സ്ഥാനപതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ മറുപടി എഴുതി. അപ്പോൾ ട്രംപ് ഇപ്പോൾ സമാധാനത്തിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പാര പണിതുകൊണ്ടിരിക്കുകയാണെന്നും റഷ്യൻ സ്ഥാനപതി പറഞ്ഞു. എന്നിട്ടാണ് സിനിജി എന്നോട് ചോദിക്കുന്നത്, പുടിന് ഇന്ത്യയിൽ എന്താണ് ഭീഷണി എന്ന്. ഭീഷണി പരസ്യമായി തന്നെ കണ്ടതാണ്. യൂറോപ്പിൻ്റെ ഭീഷണിയുണ്ട് ഇന്ത്യയിൽ. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.